ഞാനൊരു അധ്യാപികയായതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭയങ്കര മാറ്റമാണ് വന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണോ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ക്ലാസ് അധ്യാപികയായിരുന്ന ക്ലാസ്സിൽ ഒരു 10ഓളം കുട്ടികൾ ഡോക്ടേഴ്സായി. ഗവൺമെൻറ് MBBS കിട്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിജ്ഞാപനം വരുമ്പോൾ വരുന്ന വേക്കൻസിയെ പറ്റി നോക്കുകയേ വേണ്ട. നമ്മൾ ഒരു സീറ്റായാലും അത് കിട്ടാൻ വേണ്ടി മാക്സിമം വർക്ക് ചെയ്യുക. എൻ്റെ പേര് കൃഷ്ണാംബിക. ഞാൻ ശാസ്താംകോട്ട മനക്കര സ്വദേശിനിയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിത അധ്യാപികയായിരുന്നു. ചൂരനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 2025 മെയ് 31 സർവീസിൽ നിന്ന് വിരമിച്ചു. ഗണിത അധ്യാപിക എന്നെ പഠിപ്പിച്ച ഗണിത അധ്യാപകരോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഗണിത അധ്യാപികയാവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. ഹസ്ബൻഡിന് ജോലി കിട്ടി. ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതനുസരിച്ച് ഹസ്ബൻഡിന് ട്രാൻസ്ഫർ അനുസരിച്ച് അതിൻ്റെ പിന്നാലെ നമ്മളും ഇങ്ങനെ പോകുന്ന വഴി ഷൊർണൂർ വെച്ചാണ് ഷൊർണൂർ സ്കൂളിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹയർ സെക്കൻഡറി അധ്യാപക പോസ്റ്റിലേക്ക് നിയമനം വന്നത്, വിജ്ഞാപനം വന്നത്. അപ്പോൾ നമ്മൾ ആ ഷൊർണൂർ പാലക്കാട് ഏരിയയിലുള്ള ഒരു ഗസ്റ്റ് അധ്യാപകർ, ഗണിത അധ്യാപകരുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു. ഒരു 10 പേരോളം ഞങ്ങളൊരു ടീമായിക്കൊണ്ട് ഒരു വീട്ടിൽ കൂടുകയും അവിടെ ഇന്ന് എല്ലാവരും കൂടെ കമ്പൈൻഡായിട്ട് പഠിച്ച് ആണ് ഈ ഹയർ സെക്കൻഡറി ടെസ്റ്റ് എഴുതിയത്. എല്ലാ ദിവസവും രാവിലെ ആ വീട്ടിൽ പോവും. എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ ഈ 10 പേരും കൂടും. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് പരസ്പരം അവരവർക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതി ആദ്യം തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നു. ആദ്യത്തെ തന്നെ 75ാമത്തെ റാങ്കായിരുന്നു. ആദ്യം തന്നെ നിയമനം കിട്ടി. പിന്നെ ഓരോരോ തവണയായിട്ട് ആ ലിസ്റ്റിൽ നിന്ന് തന്നെ ഈ 10 പേർക്കും ജോലി കിട്ടി. തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് തുടക്കം. അന്നെന്ന് പറഞ്ഞാൽ വേക്കൻസി ഒരുപാടുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറിയിലേക്ക് നമ്മളുടെ ഹയർ സെക്കൻഡറി തുടങ്ങിയ അധികം നിയമനങ്ങളൊന്നും നടക്കാത്ത സമയമായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ഒഴിവുകളുണ്ടായിരുന്നു. അപ്പം മത്സരിക്കുന്ന അധികം പേർക്കും കിട്ടുന്ന ഒരവസ്ഥയായിരുന്നു. ഞാൻ അപേക്ഷിക്കുമ്പോൾ ശരിക്കും 9 ഒഴിവേ ഉള്ളൂ. രണ്ടാമത്തെ ഹയർ സെക്കൻഡറി വിജ്ഞാപനത്തിലാണ് ഞാൻ അപേക്ഷിച്ചപ്പോൾ 9 ഒഴിവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിയമനം ഞങ്ങൾക്ക് എൻ്റെ ലിസ്റ്റിൽ ഏതാണ്ട് 250 റാങ്ക് വരെ ഉള്ളവർക്ക് എൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയതായിട്ട് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും കൂടെ ശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് ഒരു വാസ്തവം. പുതിയതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിജ്ഞാപനം വരുമ്പോൾ വരുന്ന വേക്കൻസിയെ പറ്റി നോക്കുകയേ വേണ്ട. നമ്മൾ ഒരു സീറ്റായാലും അത് കിട്ടാൻ വേണ്ടി മാക്സിമം വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്താൽ പറഞ്ഞാൽ ഞാൻ രാത്രി പകലാക്കി വർക്ക് ചെയ്തിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഉറക്കമില്ലായിരുന്നു. പകൽ പോയി ഇങ്ങനെ കമ്പൈൻഡായിട്ട് ഞങ്ങൾ 10 പേരിരുന്ന് പഠിച്ചു. എന്നിട്ട് രാത്രിയിൽ വന്നിട്ട് അതിൻ്റെ അപ്പുറം വർക്ക് ചെയ്യുമായിരുന്നു. ഉറക്കം വളരെ കുറച്ചു. അങ്ങനെ നമ്മൾ ഒരു കഥ കൂടെ പറയാനാണെങ്കിൽ, എനിക്ക് ചെറിയ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അയലത്തെ വീട്ടുകാരാണ് പറഞ്ഞത്, ഞാൻ നോക്കിക്കോളാം, ചേച്ചി പോയി പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പോയി പഠിച്ച് കൊച്ചു കുഞ്ഞിനെ പോലും അയലത്തുകാരെ ഏൽപ്പിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തക എന്നോട് പറഞ്ഞത്, ഇപ്പം നീ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചും കൊണ്ട് പോയി പരീക്ഷ പഠിക്കാമെങ്കിൽ നാളെ എന്നും ബിരിയാണി കഴിക്കാമെന്ന്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് കഞ്ഞി കുടിച്ചിട്ട് മാക്സിമം ശ്രമിക്കുക, കൂടുതൽ വീട്ടു ജോലികൾ ഒഴിവാക്കിയിട്ട് പഠിക്കാനുള്ളതിൽ കൂടുതൽ മുൻഗണന കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ എന്നും ബിരിയാണി കഴിക്കാമെന്ന്. അതൊരു വാസ്തവം തന്നെയാണ്. ഒരുപാട് കുട്ടികളിങ്ങനെ പൊതുവേ പറയാറുണ്ട്, ടച്ച് വിട്ടുപോയി, പിന്നെ വീട്ടിൽ പോയി പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, കോച്ചിങ് ക്ലാസ്സിന് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പഠിക്കാനിരിക്കാൻ സമയം കിട്ടാറില്ല, മറ്റ് ജോലികളൊക്കെ കാരണം, വീട്ടു ജോലികൾ കാരണം. പക്ഷേ അതിൻ്റെ എല്ലാം ഒപ്പം തന്നെ നമ്മൾ ഇതിനും കൂടെ സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ വീട്ടുജോലി ചെയ്ത് തന്നെ ജീവിത അവസാനം വരെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഈ ജോലിക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നതും, നമ്മൾ
ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ ജീവിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ശരിക്കും കഠിന പ്രയത്നം ചെയ്താൽ വീട്ടുജോലിയൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ അതൊരു നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു ഇതിലങ്ങ് പോകാമെന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആദ്യമൊക്കെ. ഒരു കുഞ്ഞായി, രണ്ടാമത്തെ കുഞ്ഞായി. പിന്നെ രണ്ടുപേരെ സ്കൂളിലൊക്കെ വിടുന്ന, ആദ്യത്തെ മോളെ സ്കൂളിലൊക്കെ വിട്ടു. അപ്പോൾ ചിലവുകളൊക്കെ വർദ്ധിച്ചപ്പോഴാണ് ശരിക്കും നമുക്കും കൂടെ ജോലി വേണം എന്ന തോന്നലുണ്ടായത്. ആ സമയത്താണ് ഈ കുഞ്ഞിനെ, ചെറിയ കുഞ്ഞാണ്, 1 വയസ്സേ ഉള്ളായിരുന്നു മോന്. അപ്പോൾ ആ കുഞ്ഞിനെ ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പം പുള്ളിക്ക് നോക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പം ആണ് അടുത്ത ക്വാർട്ടേഴ്സിലാണ് അന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ അടുത്ത ക്വാർട്ടേഴ്സിലുള്ളവർ പറഞ്ഞു, ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം, ചേച്ചി പോയി പഠിച്ചോ എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് കുഞ്ഞിനെ രാവിലെ വേണ്ട കാര്യങ്ങളെല്ലാം 2 മക്കൾക്കും വേണ്ടത് റെഡിയാക്കി വെച്ചിട്ട് പോയി. ഒരുമിച്ച് ഒരു വീട്ടിൽ ഇരുന്ന് അങ്ങനെ പോകുമ്പോൾ, അങ്ങനെ കുട്ടികൾക്ക് സ്കൂളില്ലാത്തപ്പം കുട്ടികളെയും കൊണ്ട് പോകും. എന്നിട്ട് ആ വീട്ടിലിരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കും, അല്ല കളിക്കും. എന്നിട്ട് നമ്മൾ കൂടിയിരുന്ന് പഠിക്കും. ഈ 10 പേരും അവരവർക്കുള്ള വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് നന്നായി പഠിച്ചു. 10 പേർക്കും ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് ജോലി കിട്ടി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കുറച്ച് പേർക്കൊക്കെ കിട്ടാൻ വൈകി, എന്നാലും 10 പേർക്കും ജോലി. ആ വീട്ടിൽ തന്നെയായിരുന്നു ഫുഡും ഒക്കെ ഫുഡൊക്കെ അവിടുന്ന് ഫുഡ് കഴിച്ചു, അവിടെ ഇരുന്ന് പഠിച്ചു. അങ്ങനെ വൈകുന്നേരത്ത് രാവിലെ കുട്ടികളുമായിട്ട് പോവും. കുട്ടികളെ നോക്കാൻ ആളില്ലാത്ത സമയം വരുമ്പോൾ കുട്ടികളുമായിട്ട് രാവിലെ പോവും. അവരവിടെ ഇരുന്ന് കളിക്കും, നമ്മൾ പഠിക്കും. വൈകുന്നേരത്ത് കുട്ടികളുമായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് പഠിച്ചത്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഈ ജോലി നേടിയത്. ഞാൻ ഹയർ സെക്കൻഡറി എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ PG സബ്ജക്റ്റുകൾ മാത്രമായിരുന്നു. PG ഡിഗ്രി ലെവൽ മാത്രമായിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പോൾ ജനറൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ രണ്ടും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത്, ജനറൽ പേപ്പറിന് നമ്മുടെ സബ്ജക്റ്റിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് വരിക. രണ്ടിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഞാൻ ഹയർ സെക്കൻഡറി പ്രിപ്പയർ ചെയ്ത സമയത്ത് 100% നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. സബ്ജക്റ്റ് തന്നെ, മാത്സിൻ്റെ PG ലെവലും ഡിഗ്രി ലെവലും ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കൂടുതലും PG ലെവലായിരുന്നു ചോദിച്ചിരുന്നത്. സബ്ജക്റ്റ് മാത്രമാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ PSCയുടെ പാറ്റേണൊക്കെ മാറി കൂടുതൽ സബ്ജക്റ്റ് ലെവലും ഒരു കുറച്ചൊക്കെ നമ്മുടെ ജനറൽ പേപ്പറും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. നമുക്ക് ഒന്നും നമ്മുടെ മുന്നിലൊരു തടസ്സമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിലും കുറച്ച് സാമ്പത്തികം അതുണ്ടാവണം. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന്, ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന്, പ്രത്യേകിച്ചും ലേഡീസ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ചിലവാക്കുന്നതും നമ്മളുടെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ചിലവാക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ കുറച്ച് മോശം അവസ്ഥയിലുള്ളവരെയൊക്കെ സഹായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കിപ്പോൾ സഹായിക്കാൻ പറ്റുന്നത്. അതുപോലെ എന്ത് നമ്മുടെ ജീവിതത്തിൽ നേടണമെങ്കിലും നമ്മുടെ ഒരു വരുമാനം, ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് കിട്ടുന്ന ആ ശമ്പളം ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ അടുത്ത് ചോദിച്ചാൽ കിട്ടിയെന്ന് വരില്ല. പിന്നെ കുട്ടികളുമൊക്കെ വളർന്നു കഴിഞ്ഞ് അവരുടെ വിദ്യാഭ്യാസമൊക്കെ ആകുമ്പോഴത്തേന് അതിനകത്ത് ആദ്യമൊക്കെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. കുട്ടികളൊക്കെ വളർന്ന് അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ ഒരാളുടെ വരുമാനം കൊണ്ട് പറ്റാതെ വരും. അങ്ങനെയാണ് ഞാനും ഇതിലേക്ക് എനിക്കിത് നേടിയേ പറ്റൂ എന്നുള്ള ഒരു ശ്രമത്തോടുകൂടി ഇറങ്ങിയത്. നേടിയെടുക്കണം എന്നുള്ള കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഞാനത് നേടിയത്. ഞാനിപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോഴായാലും കുട്ടികളെ ബസ്സിൽ കൊണ്ടുവിടാൻ പോകുമ്പോഴായാലും ഇതുപോലെ കുറച്ച് നോട്ടുകൾ എൻ്റെ കൈ വെക്കും. എന്നിട്ടത് നോക്കിപ്പോയി ഏത് സമയവും ഇങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി ഇനി വരുന്ന ഹയർ സെക്കൻഡറി എക്സാമിന് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക. എല്ലാവരും നന്നായിട്ട് വിജയിച്ചു വരട്ടെ.